വസന്തോത്സവമായ പൂരോത്സവത്തിലെ അപൂർവ ചടങ്ങായ പടപ്പേങ്ങാട് സോമേശ്വരി ക്ഷേത്രത്തിലെ ചക്കകൊത്തൽ ഇന്ന് നടന്നു. നിരവധി ഭക്തർ ചടങ്ങിൽ സംബന്ധിച്ചു. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് താലൂക്കിലെ പടപ്പേങ്ങാട് സോമേശ്വരി ക്ഷേത്രത്തിൽ മീനമാസത്തിലെ പൂരമഹോത്സവത്തിന്റെ 3-ാം വിളക്ക് ദിവസം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പൂരക്കടവിനും വെടിക്കോട്ടത്തറയ്ക്കും അടുത്തുള്ള പാനകത്തറയിൽ രാവിലെ പൂരം കുളി എഴുന്നള്ളിപ്പിനോടനുബന്ധിച്ചുള്ള ചക്കകൊത്തൽ ചടങ്ങ് നടക്കുന്നത്. പഴയകാലത്ത് നിബിഡവനമായിരുന്ന പടപ്പേങ്ങാട് പടപ്പൈനിക്കാട് എന്ന് ലോപിച്ചാണ് പടപ്പേങ്ങാടെന്നുണ്ടായത്. പല വൃക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് ചക്കയ്ക്ക് പ്രസിദ്ധമായിരുന്നു. ഗ്രാമങ്ങളിൽ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗവും ഭക്ഷ്യവിഭവവും ചക്ക ആയിരുന്നു. ഗ്രാമത്തിൽ ക്ഷാമവും കൃഷിനാശവും ഉണ്ടായ സമയത്ത് ഭക്തർ ഉള്ളു തുറന്ന് ദേവിയോട് പ്രാർത്ഥിച്ചപ്പോൾ ദേവി ഭൂമി സമൃദ്ധിയാകും എന്ന് അനുഗ്രഹം നൽകിയതായാണ് വിശ്വാസം. അതിനുശേഷം ക്ഷാമം മാറി വിഭവങ്ങൾ ഉണ്ടായപ്പോൾ ഉത്സവാന്തരീക്ഷത്തിൽ ഭക്തർ ആദ്യം വിഭവങ്ങളിൽ പ്രധാനമായ ചക്ക ദേവിക്ക് സമർപ്പിച്ചു. പിന്നീട് എല്ലാ ഉത്സവകാലത്തും ദേവിക്ക് ചക്ക കൊത്തി സമർപ്പിക്കുന്നത് ഒരു ആചാരമായി തുടർന്നു പോരുന്നു. ചക്ക സമൃദ്ധിയുടെ പ്രതീകമാണ്. ചക്കക്കൊത്തൽ എന്നത് തടസ്സങ്ങൾ നീക്കം ചെയ്ത് ദേവിയുടെ അനുഗ്രഹം പ്രാപിക്കൽ എന്നുകൂടി അർത്ഥമാക്കുന്നു. ചക്കയുടെ പ്രതീകാത്മക അർത്ഥം ഒരു ചക്കയിൽ 100 കണക്കിന് വിത്തുകൾ പലവക സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു. ചക്കയുടെ കഠിനമായ പുറന്തോട് ജീവിതത്തിലെ തടസ്സങ്ങളെ പ്രതിനിധീകരിക്കുന്നു. അകത്തെ മധുരം വിജയത്തെയോ അനുഗ്രഹത്തെയോ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ചക്കകൊത്തൽ എന്നാൽ തടസ്സങ്ങൾ പൊളിച്ച് സമൃദ്ധി നേടുക എന്ന സന്ദേശം നൽകുന്നു. ആചാരപരമായ അവകാശമുള്ളവർ പാനകന്തറയിൽ ദേവീ വിഗ്രഹ സാന്നിധ്യത്തിൽ ചക്ക കൊത്തി തുറക്കും. നാട്ടുകാർ അതിൽ നിന്നും ഓരോ ഭാഗമെടുത്ത് അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോയി വേവിച്ച് ഭക്തിപൂർവം കഴിക്കുന്നു. ക്ഷേത്രത്തിനടുത്തുള്ള കാവ് പ്രദേശമായ പാനന്തറ എന്ന സ്ഥലത്ത് ദേവി ആദ്യം പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് വിശ്വാസം. അതിനാലാണ് ചക്കകൊത്തൽ ചടങ്ങ് അവിടെ വെച്ച് നടത്തപ്പെടുന്നത്. ദേവിക്ക് സമർപ്പിച്ച് പൂരമഹോത്സവത്തിന്റെ 3-ാം ദിനം പാനന്തറയിൽ അത് കൊത്തിയതിനു ശേഷമേ പടപ്പേങ്ങാട്ടുള്ള ദേവി ഭക്തർ ഇന്നും ചക്ക കഴിക്കാറുള്ളൂ